എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഭരണഘടന ആമുഖം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം നിങ്ങൾ. കാരണം ചിലപ്പോൾ ഈ ഓർഡറിൽ ചോദിക്കാം നമ്മുടെ രാജ്യം പറയുന്ന ഏത് രീതിയിലുള്ള രാജ്യമാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഓർഡറിൽ തന്നിട്ടുണ്ട്, പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. അപ്പോൾ ആ ഓർഡറിൽ നിങ്ങളത് ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇതിലൂടെ പറയുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണ്? നീതിയുണ്ട്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നീതി ചോദിക്കുമ്പോൾ എന്ത് തരം നീതിയാണെന്ന് ചോദിക്കാം. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയാണ് പറയുന്നത്. സ്വാതന്ത്ര്യം തന്നെ ഏതൊക്കെ രീതിയിലുള്ള സ്വാതന്ത്ര്യമാണ്? ചിന്ത, ആശയപ്രകടനം, വിശ്വാസം, മതനിഷ്ഠ, ആരാധന, ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമാണ്. സമത്വമാണെങ്കിലോ പദവിയിലും അവസരത്തിലുള്ള സമത്വമാണ്. ഓക്കെ, അപ്പോൾ ആ ഓർഡറിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ച് നോക്കണം. കാരണം വേണമെങ്കിൽ ഓർഡറിൽ ചോദിക്കാം. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള സാഹോദര്യത്തെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് വേണമെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം. അതിനുവേണ്ടി നിങ്ങൾ ഇതൊന്ന് വായിച്ച് നോക്കുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആമുഖത്തോടെ ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഭരണഘടന എന്ന് പറയുന്ന അമേരിക്കൻ ഭരണഘടനയാണ്. അപ്പോൾ അമേരിക്കൻ ഭരണഘടനയുടെ ആ മാതൃകയിലാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലും ആമുഖം എന്ന് പറയുന്ന സാധനം ചേർത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭരണഘടനയിലാണെങ്കിൽ ഭരണഘടന മൊത്തം എഴുതി തീർത്തതിന് ശേഷമാണ് പിന്നീടാണ് ആമുഖം എന്ന് പറയുന്ന ഭാഗം എഴുതി ചേർത്തിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ ആദ്യ ആമുഖമല്ല, ഭരണഘടന മൊത്തം എഴുതി തീർത്തതിന് ശേഷമാണ് എന്ത് പറയുന്നത്, ആമുഖം കൊണ്ടുവരുന്നത്. അപ്പോൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ആമുഖം എന്ന് പറയുന്ന ഒരാശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടന പ്രധാനപ്പെട്ട മൂല്യങ്ങളും അതിൻ്റെ അന്തസത്ത അതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ആമുഖം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആമുഖം എന്നത് ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഭരണഘടന എഴുതിയ ആൾക്കാരുടെ, നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്, ഈ ആമുഖത്തിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതായിരുന്നു ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലക്ഷ്യപ്രമേയം എന്നാണ് ജവഹർലാൽ നെഹ്റു സഭയിൽ അവതരിപ്പിക്കുന്നത് വെച്ചാൽ കംപ്ലീറ്റ് ലക്ഷ്യപ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. എന്നാണ് അദ്ദേഹം ഈ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്, സഭയിൽ അവതരിപ്പിക്കുന്നത് വെച്ചാൽ ആ ദിവസം നിങ്ങൾ ഓർത്തു വെക്കണം, ഡിസംബർ 13, 1946. നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ക്ലാസ് ഇതൊക്കെ പറഞ്ഞതാണ്. ഈ പറയുന്നത് അംഗീകരിക്കുന്നത്, ഈ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ഡേറ്റാണിത്. ഇത് അംഗീകരിക്കുന്നത് ഒരു മാസം കഴിഞ്ഞ് ജനുവരി 22-നാണ്, 1947. അപ്പോൾ ആ ഡേറ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ആരാണ്? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ജവഹർലാൽ നെഹ്റു ആണ്. കാരണം ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് മാറുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഒന്ന് ആലോചിച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ജനുവരി 22-നാണ് എന്ത് പറയുന്നത്, ഈ ലക്ഷ്യപ്രമേയം അംഗീകരിക്കുന്നത്. ഈ അംഗീകരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമ്പൂർണ്ണ സമ്മേളനം നടക്കുന്ന സമയമായിരുന്നു. ഓക്കെ, ഡിസംബർ മുതൽ ജനുവരി വരെ സമ്പൂർണ്ണ സമ്മേളനം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എല്ലാ അംഗങ്ങളും പങ്കെടുക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സമ്പൂർണ്ണ സമ്മേളനമായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ്, ഈ ജനുവരി സമയത്താണ് ഈ പറയുന്ന ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നതും അംഗീകരിക്കുന്നതൊക്കെ സമയം എന്ന് പറയുന്നത് ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഒരു സമ്പൂർണ്ണ സമ്മേളനം നടക്കുന്ന സമയത്താണ് എന്നുകൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, ഇനി ഇതുവരെ ഈ ആമുഖം ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു തവണ മാത്രമേ ഇതുവരെ ഭരണഘടനയിലെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് 1976-ലെ 42ാമത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെയാണ്. ഓക്കെ, അതൊക്കെ എന്താണ് നമ്മൾ ഭരണഘടനാ ഭേദഗതി സമയത്ത് നമ്മൾ 42 വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഭേദഗതി, ഒരു തവണയെ ഭേദഗതി ചെയ്തിട്ടുള്ളൂ പറഞ്ഞു. അപ്പോൾ എന്താണ് ഭേദഗതി സംഭവിച്ചിട്ടുള്ളത്? 3 പുതിയ വാക്കുകൾ ആമുഖത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് 42-ലൂടെ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്ന 3 വാക്കുകളാണ് ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിതി സമത്വം, സെക്യുലർ മതേതരത്വം, ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്നത് അഖണ്ഡത എന്നാണ്. അപ്പോൾ ഈ പറയുന്ന 3 വാക്കുകളാണ് ഭരണഘടനയുടെ ആമുഖത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ആ ഒരു ഭേദഗതി മാത്രമേ ഇതുവരെ ആമുഖത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. ഇനി ആമുഖത്തിലെ ചേരുവകൾ അഥവാ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതായത് ഭരണഘടന ആമുഖം നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും? ഭരണഘടനയുടെ അധികാരത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്ന് എന്നാണ് പറയുന്നത്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങളിൽ നിന്നാണ് എന്ത് പറയുന്ന അധികാരം ലഭിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന ഭരണഘടനയുടെ അധികാരത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്നാണ്. അവരിൽ നിന്നാണ് ഈ പറയുന്ന അധികാരമൊക്കെ എടുക്കുന്നത്. നമ്മൾ തന്നെയാണ് ഈ ഭരണഘടന ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത് സ്റ്റാർട്ടിങ് തന്നെ. ഇനി ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് പറഞ്ഞ ഓർഡറിലൊന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ സ്വഭാവം?
നമ്മളൊരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെ വാക്കാണ് കൂട്ടിച്ചേർത്തത്? സോഷ്യലിസ്റ്റ്, സെക്യുലർ അല്ലേ? സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന് പറയുന്ന രണ്ട് വാക്കുകളാണ് 42-ലൂടെ കൂട്ടിച്ചേർത്ത്. പിന്നെ എന്തുണ്ട്? ഇൻ്റഗ്രിറ്റി പറഞ്ഞ വാക്കുണ്ട്. അപ്പോൾ ആദ്യം എന്തായിരുന്നു? ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ആമുഖത്തിൽ എന്തായിരുന്നു? ഇന്ത്യ എന്ന് പറയുന്ന ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന് പറയുന്ന വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും ഇപ്പം നിലവിൽ എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. പിന്നീട് അഖണ്ഡത എന്ന് പറയുന്ന വാക്ക് അതിൻ്റെ താഴെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇനി ഭരണഘടനയിലെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 4 തരം ലക്ഷ്യങ്ങളാണ് ഇതിൽ പറയുന്നത്. എന്താണ്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള നീതിയാണെന്നൊക്കെ ഞാൻ ഓർഡറിലും ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്യങ്ങളാണ് എന്തൊക്കെ പറയുന്നത്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ 4 ലക്ഷ്യങ്ങളാണ് നിങ്ങൾക്ക് ആമുഖത്തിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ കാണാൻ സാധിക്കുന്നത് ഈ ഭരണഘടന അംഗീകരിച്ച തീയതിയും കൂടെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ഒരേ ഒരു തീയതി മാത്രമേ നമ്മുടെ അതിൽ പറയുന്നുള്ളൂ. ഏതാണ്? 1949 നവംബർ 26-നാണ് ഭരണഘടന അംഗീകരിച്ചു എന്ന രീതിയിൽ ആമുഖത്തിൽ പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഭരണഘടന എല്ലാം എഴുതി തീർത്തതിന് ശേഷമായിരിക്കണം ആമുഖം എഴുതിയിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡേറ്റുകൾ വന്നത്. അടുത്ത് നോക്കിയേ, ആമുഖത്തിലെ പ്രധാന വാക്കുകളാണ്. നമ്മൾ ഇനി ഓരോന്ന് എടുത്ത് നോക്കുകയാണ്. പരമാധികാരം നമ്മളെന്ന് പറഞ്ഞു. എന്താണ് പരമാധികാരം എന്ന് പറയുന്നത്? ഇന്ത്യ ഒരു രാജ്യത്തിൻ്റെയും ആശ്രിതത്വത്തിലല്ല ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ ഒരു രാജ്യത്തിൻ്റെയും ആധിപത്യത്തിലല്ല. ബ്രിട്ടീഷ് ആധിപത്യമൊക്കെ ഒഴിവായി പോയി അല്ലേ? പിന്നെ നമ്മൾ സ്വന്തമായിട്ട് സ്വതന്ത്രമായിട്ടൊരു രാജ്യമായി മാറി. പരമാധികാരം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി ഇന്ത്യക്ക് ഇഷ്ടമുള്ള ഏതൊരു നിയമം ഉണ്ടാക്കാനും നമുക്ക് ഇനി സാധിക്കും, നമുക്ക് ആരുടെയും സഹായത്തിനൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നതാണ് പരമാധികാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പരമാധികാരത്തിന് മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട്. ഒരു പരമാധികാര രാഷ്ട്രമായി കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ ഒരു വിദേശ ഭരണ പ്രദേശം, അതായത് ഇന്ത്യയുടെ പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു ഭരണ പ്രദേശം ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭരണ പ്രദേശം ഒരു വിദേശ രാജ്യത്തിന് വിട്ടുകൊടുക്കാനൊക്കെ സാധിക്കും. അങ്ങനെ നമ്മൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഓക്കെ, പാകിസ്ഥാനുമായിട്ടുള്ള ഇതുണ്ട്, ബെറുബാറി യൂണിയനുള്ള കേസുകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്നും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലും സംഭവിക്കാം. നമ്മുടെ ഒരു ഭരണപ്രദേശം, നമ്മുടെ ഒരു ടെറിട്ടറി നമ്മൾ വേറൊരു രാജ്യത്തിന് വേണമെങ്കിൽ വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കും. വേറൊരു രാജ്യത്തിന് നമുക്ക് സ്വീകരിക്കാനൊക്കെ സാധിക്കും. അതൊക്കെ ഈ പറയുന്ന പരമാധികാരം എന്ന് പറയുന്ന അർത്ഥത്തിനുള്ളിൽ വരുന്നതാണ്. അടുത്തത് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വാക്കാണ്. 42-ലൂടെയാണ് നമ്മൾ കൂട്ടിച്ചേർത്തു. നമ്മൾ ഓൾറെഡി പറഞ്ഞു. 1976 വർഷം കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കാം. നമ്മുടെ സോഷ്യലിസം എന്ന് പറയുന്നത് എന്തല്ല? കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ല, മറിച്ച് എന്താണ്? ജനാധിപത്യ സോഷ്യലിസമാണ്. ഏതാണ് അർത്ഥമൊന്നും നിങ്ങൾ ഡീപ്പായിട്ട് പോകണ്ട, ജസ്റ്റ് പേരുകളൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. നമുക്ക് എക്സാമിനത് മതി. ഓക്കെ, അടുത്ത മതേതരത്വം എന്ന് പറയുന്നത് 42-ലൂടെയാണ് കൂട്ടിച്ചേർത്തത്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് ആശയത്തെയാണ്, അതായത് മതേതരത്വത്തിൻ്റെ ഒരു പോസിറ്റീവ് ആശയത്തെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. കാരണം എല്ലാ മതങ്ങളെയും ഒരേപോലെ കാണാൻ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ ഭാരതത്തിലെ എന്ന് പറയുന്ന സെക്യുലറിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ എല്ലാ മതത്തിലും പെട്ടവർക്ക് പദവിയും പിന്തുണയുമാണ് ഉണ്ടായിരിക്കുക, ഒരേ പദവിയും പിന്തുണയുമാണ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതാണ് പോസിറ്റീവ് ആശയം എന്ന് പറയുന്നത്. കൂടുതൽ ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. അടുത്ത ജനാധിപത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? പരമാധികാര ജനങ്ങളിൽ നിക്ഷിപ്തമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം എന്ന് പറയുന്നത് ജനങ്ങളിലാണ് നിക്ഷിപ്തമായിരിക്കുന്ന ആമുഖത്തിൽ തന്നെ എടുത്ത് പറയുന്നുണ്ട് അല്ലേ? നമ്മുടെ ഉറവിടം എവിടെയാണ്? ജനങ്ങളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതാണ്. അതുപോലെ തന്നെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, കാലാനുസൃതമായ തിരഞ്ഞെടുപ്പ്, നിയമവാഴ്ച, സ്വതന്ത്രമായ ജുഡീഷ്യറി, ചില കാരണങ്ങളാൽ സംഭവിക്കാവുന്ന വിവേചനങ്ങളുടെ അഭാവം തുടങ്ങിയവ ഇന്ത്യൻ ജനാധിപത്യ സ്വഭാവത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കുറച്ച് എക്സാമ്പിളുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് തരുന്ന കുറച്ച് എക്സാമ്പിളുകളാണ് ഈ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ ജനാധിപത്യത്തെ മാത്രമല്ല, മറിച്ച് സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യത്തെയും കൂടിയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനാധിപത്യം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ ജനാധിപത്യം മാത്രമല്ല, അതിലെന്തുണ്ട്? സാമൂഹിക ജനാധിപത്യവും ഉണ്ട്, സാമ്പത്തിക ജനാധിപത്യവും ഉണ്ട്. ഓക്കെ, നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഡീപ്പായിട്ട് പറയാത്തത്. ഓക്കെ, റിപ്പബ്ലിക് എന്താണ്? ഇന്ത്യക്ക് രാഷ്ട്രപതി എന്നൊരു തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രതലവനുണ്ട് അല്ലേ? രാജ്യങ്ങൾ 2 തരത്തിലുണ്ട്. ഒന്ന് എന്താണ്? രാജഭരണമുള്ള മൊണാർക്കി ഉണ്ട്, അതേപോലെ റിപ്പബ്ലിക്കൻ കൺട്രീസ് ഉണ്ട്. അങ്ങനെ 2 രീതിയിലാണ് നമ്മൾ രാജ്യങ്ങളെ തരംതിരിക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രിട്ടനൊക്കെ എന്താണ്? മൊണാർക്കിക്ക് ഒരു ഉദാഹരണമാണ്. അവിടെ ക്യൂനാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇന്ത്യയിലെ കാര്യം പറയുമ്പോൾ ഇന്ത്യക്ക് എന്താണ് രാഷ്ട്രപതിയാണ് തലവൻ. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രത്തലവൻ ഉണ്ടെങ്കിൽ ആ രാജ്യത്തെ നമുക്ക് എന്ത് വിളിക്കാം? റിപ്പബ്ലിക് എന്ന് വിളിക്കാം. നമ്മുടെ രാഷ്ട്രത്തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. നമ്മൾ നേരിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റ് ഇലക്ഷൻ വഴിയാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അതെ, അപ്പോൾ ഇന്ത്യക്ക് രാഷ്ട്രപതി എന്നൊരു തിരഞ്ഞെടുക്കപ്പെട്ട തലവൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണെന്ന് പറയാം. ഇനി ഇത് മാത്രമല്ല, റിപ്പബ്ലിക്കിന് എന്ന വാക്കിന് വേറെ അർത്ഥങ്ങളും കൂടെ ഉണ്ട്. അതെന്താണ്? രാഷ്ട്രീയ പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമാണ്, അല്ലാതെ രാജാവ് എന്ന പോലെ ഒരൊറ്റ വ്യക്തിയിലല്ല എന്നതുകൊണ്ട് എന്തുദ്ദേശിക്കുന്നുണ്ട്? കാരണം ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രതലവനാണ് ഭരിക്കുന്നതെങ്കിൽ നമുക്ക് റിപ്പബ്ലിക് എന്ന് പറയാം. അപ്പൊ ജനങ്ങളാണ് തെരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ഇന്നർ മീനിങ് എന്താ വരുന്നത്? രാഷ്ട്രീയ പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമാണ് എന്നതാണ്, അല്ലാതെ രാജാവ് എന്ന പോലെ ഒരൊറ്റ വ്യക്തിയിലല്ല എന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? റിപ്പബ്ലിക്കിന് ഈ ഒരു അർത്ഥം കൂടെ ഉണ്ടെന്ന് പറയാം. ഇനി മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത് വിശേഷാധികാരമുള്ള ഒരു വർഗത്തിന്റെ അഭാവം. അതായത് ഇപ്പോൾ രാജാവാണെങ്കിൽ രാജാവിൻ്റെ മകൻ അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും, അപ്പോൾ ആ ഒരു വിശേഷാധികാരം അവർ തന്നെയാണ് കൈകാര്യം ചെയ്തു പോകുന്നത്, അല്ലേ? ഒരു പാരമ്പര്യമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത്തരത്തിലൊരു വിശേഷാധികാരമുള്ള ഒരു വർഗത്തിന്റെ അഭാവമാണ് എവിടെയുള്ളത്? നമ്മുടെ രാജ്യത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു റിപ്പബ്ലിക്കാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് എല്ലാ പൊതുസ്ഥാപനങ്ങളും എല്ലാ പൗരന്മാർക്കും മുന്നിൽ ഒരു വിവേചനവും കൂടാതെ ഒരുപോലെ തുറന്നു കൊടുക്കുക. അപ്പം പ്രസിഡന്റ് ആവാൻ നമുക്ക് പറഞ്ഞു എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും പ്രസിഡന്റ് ആവാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ എല്ലാ പൊതുസ്ഥാപനങ്ങളും എല്ലാ പൗരന്മാർക്കും മുന്നിൽ ഒരു വിവേചനം കൂടാതെ ഒരുപോലെ തുറന്നു കൊടുക്കപ്പെടുന്ന ആ ഒരു സമ്പ്രദായത്തെയും നമുക്ക് എന്ത് പറയാം? റിപ്പബ്ലിക് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കാം. ഇനി നീതി എന്ന് പറയുന്നത് 3 തരം നീതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അല്ലേ? സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. അപ്പോൾ നീതി, ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വരികയാണ്, നീതി എന്ന് പറയുമ്പോൾ ഈ തരത്തിലുള്ള നീതിയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാവണം, സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി, ഈ തരത്തിലുള്ള 3 നീതിയുടെ പേര് നിങ്ങൾ ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഈ 3 നീതികളാണ് നമ്മുടെ ആമുഖത്തിൽ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്ന് പറയുന്ന 3 നീതിയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഡീപ്പായിട്ട് നമ്മൾ പോകുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ മനസ്സിലാക്കണം, റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് ഈ പറയുന്ന ജസ്റ്റിസ്, ഈ പറയുന്ന 3 രീതിയിലുള്ള ജസ്റ്റിസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ വർഷം 1917. ഈ 3ഉം നേടുന്നത് മൗലിക അവകാശങ്ങളിലെയും നിർദ്ദേശക തത്വങ്ങളിലെയും വ്യത്യസ്ത വ്യവസ്ഥകളിലൂടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒക്കെ നേടുന്നത്, അതേപോലെ ഈ പറയുന്ന സോഷ്യൽ ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നേടുന്നത് ഇതിലൂടെയാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൂടെയാണ്. അതുപോലെ തന്നെ സാമ്പത്തിക നീതിയും സാമൂഹിക നീതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ മെയിനായിട്ട് സാമ്പത്തിക നീതി എന്ന് പറയുന്നതാണ് നമ്മൾ നിർദ്ദേശക തത്വത്തിലൂടെ നേടുന്നത്. അത് നമുക്ക് എവിടെ നിന്ന് കൂടെ കിട്ടുന്നില്ല? ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൂടെ കിട്ടുന്നില്ല. സാമ്പത്തിക നീതി നമ്മൾ നിർദ്ദേശക തത്വങ്ങളിലെ വ്യവസ്ഥകളിലൂടെ കിട്ടുന്നു. അതുപോലെ തന്നെ സാമൂഹിക നീതി, രാഷ്ട്രീയ നീതിയൊക്കെ നമുക്ക് എവിടെ കൂടെ കിട്ടുന്നു? മെയിനായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൂടെ. അപ്പോൾ മനസ്സിലാക്കുക, ഈ 3 തരം നീതികളും മൗലിക അവകാശങ്ങളിലെ ചില വ്യവസ്ഥകളിലൂടെയും അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങളിലെ ചില വ്യവസ്ഥകളിലൂടെയുമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുകൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അടുത്തത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ലിബർട്ടി എന്ന് പറയുന്ന വാക്ക് ഇതിൽ പറയുന്നുണ്ട്, അല്ലേ? ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് വളരെ 3 വാക്കുകൾ, പ്രസിദ്ധമായ വാക്കുകളാണ്. നമ്മൾ എവിടുന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 1789 1789 ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് എന്ത് പറയുന്നത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന 3 വാക്കുകൾ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അതും എവിടെ നിന്നാണ് ഇത് പറയുന്നത്? ഈ 3 വാക്കുകളും ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റൂസോ എന്ന വാക്ക്. ഫ്രഞ്ച് വിപ്ലവം പഠിച്ചപ്പോൾ നിങ്ങൾ റൂസോ എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും. റൂസോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന സാമൂഹിക ഉടമ്പടി എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൽ നിന്നുമാണ് ഈ പറയുന്ന എന്ത് പറയുക ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന 3 ആശയങ്ങൾ ലോകത്തിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ പറയുന്ന 3 ആശയങ്ങളാണ് നമ്മൾ എന്തെന്ന് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ആലോചിക്കുക. റൂസോൻ്റെ പേര് ഇവിടെ വെച്ചൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വ്യക്തികളുടെ പ്രവർത്തനങ്ങളുടെ മുകളിലുള്ള നിയന്ത്രണങ്ങളുടെ അഭാവമാണ് എന്ത്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെ മേലെ എന്തെങ്കിലും നിയന്ത്രണം സ്റ്റേറ്റ് അഥവാ ഭരണകൂടം കൊണ്ടുവരുന്നതിൽ നിന്നുള്ള അതിൻ്റെ അഭാവമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. കാരണം അത്തരത്തിലുള്ളൊരു നിയന്ത്രണങ്ങളും കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നതാണ്. പൂർണ്ണമായിട്ടല്ല, അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അല്ലേ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും ഓക്കെ ആയിരിക്കണം. നമ്മൾ മോശമായി ചെയ്യുമ്പോൾ അതിനുള്ള നിയന്ത്രണം എന്തായാലും കൊണ്ടുവരും. അപ്പോൾ വ്യക്തികളുടെ പ്രവർത്തനങ്ങളുടെ മുകളിലുള്ള നിയന്ത്രണങ്ങളുടെ അഭാവമാണ് സ്വാതന്ത്ര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം വ്യക്തിവികാസങ്ങൾക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ പ്രദാനം ചെയ്യുക എന്നതുകൂടിയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഓക്കെ, വ്യക്തിവികാസങ്ങൾ അതും കൂടെ എന്ത് ചെയ്യണം? അതിനു വേണ്ട കാര്യങ്ങളും കൂടെ, അവസരങ്ങളും കൂടെ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും മൗലിക അവകാശങ്ങളിലൂടെ ഓരോ ഇന്ത്യൻ പൗരന്മാർക്കും ആമുഖം ഉറപ്പുവരുത്തുന്നത് ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യമാണ്.
അപ്പം നമ്മുടെ ആമുഖത്തിൽ എടുത്തു പറയുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തൊക്കെ സ്വാതന്ത്ര്യമാണ്? ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഇത്രയും കാര്യങ്ങളാണ് സ്വാതന്ത്ര്യം എന്ന രീതിയിൽ എടുത്തു പറയുന്നത് നിങ്ങൾ ഓർത്തു വെക്കണം. കാരണം അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ്. അടുത്തത് ആമുഖം അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം എന്ന ആശയം പരമമായ ഒന്നല്ല, മറിച്ച് അർഹതയോടെ നേടുന്നതാണ്. കാരണം അത് ഒരിക്കലും എന്തല്ല, പൂർണ്ണമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്നല്ല, അതിന് വേണ്ട റെസ്ട്രിക്ഷൻസ് ഇടാൻ ആർക്ക് സാധിക്കും? സ്റ്റേറ്റിന് സാധിക്കും, അഥവാ ഭരണകൂടത്തിന് സാധിക്കും എന്നതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ 3 ആശയങ്ങളും നമ്മൾ എഴുതുന്ന ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി അടുത്തത് സമത്വം, ഇക്വാലിറ്റി. സമൂഹത്തിലെ ഒരു വിഭാഗത്തിനും പ്രത്യേകമായ വിശേഷ അധികാരം ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്. അതായത് പ്രിവിലേജ്ഡ് ക്ലാസ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല, എല്ലാവരും എല്ലാ കാര്യത്തിലും തുല്യരാണ് എന്ന് പറയുന്നതിനെയാണ് സമത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വിവേചനവും കൂടാതെ എല്ലാ വ്യക്തികൾക്കും ആവശ്യമായ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള വ്യവസ്ഥയും സമത്വത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആമുഖം എല്ലാ പൗരന്മാർക്കും ഉറപ്പുവരുത്തുന്നത് എന്താണ്? എന്ത് തരത്തിലുള്ള സമത്വമാണ്? പദവിയിലുള്ള സമത്വവും അവസരത്തിലുള്ള സമത്വവുമാണ് നമുക്ക് ആമുഖം എന്ന് പറയുന്നത് ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ആമുഖം എല്ലാ പൗരന്മാർക്കും ഉറപ്പുവരുത്തുന്ന സമത്വം. ഈ രണ്ടും അല്ലാതെ മൂന്നാമതൊരു സാധനം കൂടി തരികയാണെങ്കിൽ മനസ്സിലാക്കുക, ഈ 2 കാര്യം മാത്രമേ ആമുഖത്തിൽ എടുത്ത് പറയുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് സമത്വത്തിന് 3 മാനമാണുള്ളത്. അതായത് സമത്വം എന്ന് പറയുമ്പോൾ പൗരസമത്വമുണ്ട്, രാഷ്ട്രീയ സമത്വമുണ്ട്, സാമ്പത്തിക സമത്വമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത സാഹോദര്യം എന്താണ്? അപ്പോൾ ഭരണഘടന എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചാണ്, പൗരത്വം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ ഏക പൗരത്വത്തെക്കുറിച്ചാണ് നമ്മൾ ഭരണഘടനയിൽ പറയുന്നത്. അപ്പോൾ ഭരണഘടന ഏക പൗരത്വം എന്ന സമ്പ്രദായത്തിലൂടെ സാഹോദര്യം എന്ന വികാരത്തെ പ്രോത്സാഹിപ്പിക്കണം, അല്ലേ? നമ്മളെല്ലാവരും ഏക പൗരന്മാരാണ്, അതായത് ഇന്ത്യയുടെ സിറ്റിസൺസ് ആണെന്ന് പറയുമ്പോൾ ആ പറയുന്ന ഏക പൗരത്വം എന്നൊരു ആശയം എന്താണ്? നമ്മളെല്ലാവരും ഒന്നാണ്, സാഹോദര്യം എന്ന് പറയുന്ന ഒരു വികാരത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തണം. അപ്പൊ ആമുഖത്തിൽ പറയുന്നത് എങ്ങനെയാണ് സാഹോദര്യം പുലർത്തണം എന്നാണ് പറയുന്നത്? വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും. ഈ അഖണ്ഡത എന്ന വാക്കാണ് 42 കൂട്ടിച്ചേർത്ത 3ാമത്തെ വാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് സാഹോദര്യം പുലർത്തേണ്ടത് എന്നാണ് ആമുഖത്തിൽ പറയേണ്ടത്. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അഖണ്ഡത 42 കൂട്ടിച്ചേർത്താന്ന് പറഞ്ഞു. ഇനി ഭരണഘടനയിലെ ആർട്ടിക്കിൾ 51A, അതായത് നമ്മുടെ മൗലിക കർത്തവ്യങ്ങൾ 42ാമത്തെ ഭേദഗതിയിലൂടെ തന്നെ കൂട്ടിച്ചേർത്താണ് മൗലിക കർത്തവ്യങ്ങൾ. നമ്മൾ പഠിച്ചു കഴിഞ്ഞതല്ലേ, മൗലിക കർത്തവ്യങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ മൗലിക കർത്തവ്യങ്ങളിൽ എന്ത് എടുത്തു പറയുന്നുണ്ട്? നമ്മുടെ സാഹോദര്യത്തെ കുറിച്ച് എടുത്തു പറയുന്നതാണ്. എങ്ങനെയാണ് പറയുന്നത്? മതപരമോ ഭാഷാപരമോ പ്രാദേശികമോ വിഭാഗപരമോ ആയ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഇടയിൽ ഐക്യവും പൊതു സാഹോദര്യത്തിന്റെ ചൈതന്യവും പ്രോത്സാഹിപ്പിക്കണം. മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമുക്ക് സാഹോദര്യം എന്ന് പറയുന്ന ആശയം കാണാൻ സാധിക്കുന്ന 2 സ്ഥലത്താണെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം. അതായത് ആമുഖത്തിലും അതുപോലെ തന്നെ മൗലിക കടമകളിലും മൗലിക കർത്തവ്യങ്ങളും നമുക്ക് സാഹോദര്യത്തിന്റെ ആശയങ്ങൾ കാണാൻ സാധിക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ ശരിയാണ്. കാരണം എന്താണ്? 51A എടുത്ത് പറയുന്ന ഒരു ഭാഗമാണ് ഞാനിപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ആമുഖത്തിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി ആമുഖത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളും തത്വചിന്തയും അന്തസത്തയും ഉൾക്കൊള്ളുന്നതാണ് ആമുഖം എന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. ഇനി കുറച്ച് പ്രഗത്ഭരായ വ്യക്തികൾ ആമുഖത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. ഇതൊന്നും ആലോചിച്ച് വെക്കാം. ആദ്യം മല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എന്താ പറഞ്ഞത്? നാം ഇത്രയും കാലം ചിന്തിച്ചതും സ്വപ്നം കണ്ടതുമായ കാര്യങ്ങളാണ് നമ്മുടെ ഭരണഘടനയിലെ ആമുഖം പ്രകാശിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി കെ എം മുൻഷി പറഞ്ഞത് എന്താണ്? രാഷ്ട്രീയ ജാതകമാണ്. കീവേഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, അതാണ് ഞാനിങ്ങനെ റെഡായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കീവേഡ്സ് ആലോചിച്ച് വയ്ക്കാം. കെ എം മുൻഷിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടതാണ് രാഷ്ട്രീയ ജാതകമാണ്. അപ്പോൾ നമ്മുടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ ജാതകമാണ് ആമുഖം എന്നാണ് പറഞ്ഞത്. അതായത് ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകമാണ് ആമുഖം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി താക്കൂർ ദാസ് ഭാർഗവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹൃദയവും ആത്മാവും എന്ന വാക്കാണ്. അപ്പോൾ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ആമുഖം എന്ന് പറഞ്ഞതാണ് ആര്? താക്കൂർ ദാസ് ഭാർഗവ്. ഇനി വെറും ആത്മാവ് എന്ന് മാത്രം പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് എം ഹിദായത്തുള്ളയാണ്. അപ്പോൾ എം ഹിദായത്തുള്ളയുടെ പേര് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മാവ് എന്ന് മാത്രമാണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ താക്കൂർ ദാസ് ഭാർഗവ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ആമുഖം എന്ന് പറഞ്ഞപ്പോൾ ആത്മാവാണ് ആമുഖം എന്ന് പറഞ്ഞത് എം ഹിദായത്തുള്ളയാണ്. ഇനി ഏണസ്റ്റ് ബാർക്കർ എന്ന് പറയുന്നത് ഭരണഘടനയുടെ താക്കോലാണ് ആമുഖം എന്നാണ് പറയുന്നത്. അപ്പോൾ ബാർക്കർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കറി എന്ന് ആലോചിക്കാം. ഒരു ബേക്കറിയുടെ താക്കോല്, ബേക്കറി തുറക്കാൻ താക്കോല് വേണമെന്നുണ്ടേ. അപ്പോൾ ബേക്കറിയുടെ താക്കോൽ എന്നുള്ള രീതിയിൽ ബാർക്കറിനെ നിങ്ങൾക്ക് താക്കോലുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാൻ സാധിക്കും.
അപ്പോൾ ഭരണഘടനയുടെ താക്കോലാണ് ആമുഖം എന്ന് വേണമെങ്കിൽ ആലോചിച്ച് വയ്ക്കാം. ഇനി ജവഹർലാൽ നെഹ്റു എന്താണ് പറഞ്ഞത്? ആത്മാവും താക്കോലുമാണ് ആമുഖം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വെറും താക്കോൽ എന്ന് പറഞ്ഞത് ആരാണ്? ഏണസ്റ്റ് ബാർക്കറാണ്. വെറും ആത്മാവ് എന്ന് പറഞ്ഞത് എം ഹിദായത്തുള്ളയാണെങ്കിൽ ആത്മാവും താക്കോലും എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. ആത്മാവും ഹൃദയവും എന്ന് പറഞ്ഞത് താക്കൂർദാസ് ഭാർഗവാണ്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കി. അതേപോലെ നാനി പൽക്കിവാല അല്ലേ, നിങ്ങൾ കേട്ടിട്ടുള്ള പേരായിരിക്കും. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ്, ഐഡന്റിറ്റി കാർഡ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് ആരാണ്? നാനി പൽക്കിവാലയാണ്. ഈ പൽക്കിവാലയുടെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വി ദ പീപ്പിൾ എന്ന് പറയുന്നതാണ് ഇദ്ദേഹം എഴുതിയ പ്രസിദ്ധമായ ഒരു പുസ്തകം. ഓക്കെ, വി ദ പീപ്പിൾ എന്ന് പറയുന്നത് ഇദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ്. ഇനി കോക്ക സുബ്ബറാവു എന്ന് പറയുന്ന വ്യക്തി പറയുന്ന ആമുഖത്തിൽ ഭരണഘടനയുടെ ആദർശങ്ങളും അഭിലാഷങ്ങളും സംക്ഷിപ്ത രൂപത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് കോക്ക സുബ്ബറാവു ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ആലോചിച്ച് വയ്ക്കുക. ഇനി ആമുഖം ഭരണഘടനയുടെ ഭാഗമാണോ എന്ന് പറയുന്നതാണ് മറ്റൊരു ചർച്ച ഉണ്ടായിരുന്നത്. അതിൽ കുറേ കേസുകളുണ്ട്. അതിൽ ആദ്യത്തെ കേസാണ് 1960 വർഷം കൂടെ ഒന്ന് ആലോചിക്കുക. കാരണം ഈ കേസിൽ ആദ്യം നടന്ന കേസ് ഏത് എന്ന രീതിയിൽ ഒരു ഓർഡറിലൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ബറൂബാറി യൂണിയൻ കേസ് 1960 ആദ്യത്തെ സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുന്നത്. അന്ന് സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്നാണ്. ഈ ബറൂബാറി യൂണിയൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പരമാധികാരത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, ഒരു പ്രദേശം അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് കൊടുക്കാനൊക്കെ പറ്റുമെന്നുള്ളതിൻ്റെ ഒക്കെ ഒരു തമ്മിലുള്ളൊരു കേസായിരുന്നു. നമ്മൾ പാകിസ്ഥാനുമായിട്ടൊരു പ്രദേശം കൈമാറിയതുമായി ബന്ധപ്പെട്ട കേസായിരുന്നു ബറൂബാറി യൂണിയൻ. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകണ്ട, ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ബറൂബാറി യൂണിയൻ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്നാണ് സുപ്രീം കോടതി വിധി പറഞ്ഞത്. അപ്പോൾ അത് മാത്രം ഒന്ന് ആലോചിച്ച് വയ്ക്കാം. കീവേഡുകൾ മാത്രം ആലോചിച്ച് വയ്ക്കുക. കേശവാനന്ദ ഭാരതി കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1973 ഏപ്രിൽ 24 അതിൻ്റെ ജഡ്ജ്മെന്റ് വരുന്നത്. അന്ന് എന്താ പറഞ്ഞത്? ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്നാണ് കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. ഈ പേര് ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ പേര് ഞാൻ റിപ്പീറ്റ് ചെയ്തതാണ് ക്ലാസ്സുകളിൽ. അപ്പോൾ ആമുഖം ഭേദഗതി വരുത്താൻ എന്ത് സാധിക്കും? പാർലമെന്റിന് സാധിക്കും. അപ്പം ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖം. അത് ഭേദഗതി ചെയ്യാൻ ആർക്ക് സാധിക്കും? പാർലമെന്റിന് സാധിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഭരണഘടന വായിക്കേണ്ടതും നിർവചിക്കേണ്ടതും ആമുഖത്തിന്റെ പ്രകടമാകുന്ന മൂല്യത്തിന്റെ വെളിച്ചത്തിൽ ആയിരിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന ഘടന എന്ന് പറയുന്ന സംഭവം കൊണ്ടുതാണ്. ആമുഖം ഭേദഗതി വരുത്താനൊക്കെ പാർലമെന്റിന് സാധിക്കും. അതേപോലെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി വരുത്താൻ ആർക്ക് സാധിക്കും? പാർലമെന്റിന് സാധിക്കും. പക്ഷേ ബേസിക് സ്ട്രക്ചർ അഥവാ അടിസ്ഥാന ഘടന ലംഘിക്കപ്പെടാത്ത രീതിയിൽ മാത്രമേ ഭേദഗതി ചെയ്യാൻ സാധിക്കൂ എന്നാണ് കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞത്. അപ്പോൾ ആമുഖവുമായി ബന്ധപ്പെട്ട് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആമുഖം ഭേദഗതി വരുത്താനും പാർലമെന്റിന് സാധിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ ഭരണഘടന വായിക്കേണ്ടത്, അതായത് ഒരാൾ ഭരണഘടന വായിക്കേണ്ടതും നിർവചിക്കേണ്ടതും ഏതിൻ്റെ രീതിയിലാച്ചാൽ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ പറഞ്ഞിരിക്കുന്ന മൂല്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഭരണഘടന നിർവചിക്കേണ്ടത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അടുത്ത കേസ് 1994 SR ബൊമ്മൈ കേസാണ്. ഓക്കെ, ഈ കേസ് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. SR ബൊമ്മൈ കേസ് 1994. അതിലെന്താ പറയുന്നത്? ആമുഖം ഭരണഘടനയുടെ വെറും ഭാഗം എന്നല്ല പറഞ്ഞത്, ഇന്റഗ്രൽ പാർട്ട്, അവിഭാജ്യ ഘടകമാണ് എന്നാണ് സുപ്രീം കോടതി എടുത്ത് പറഞ്ഞത്. അതേ സംഭവം തന്നെയാണ് വീണ്ടും തൊട്ടടുത്ത വർഷം 1995 നടന്ന കേസാണ് LIC ഓഫ് ഇന്ത്യ കേസ്. അതിലും സുപ്രീം കോടതി എന്ത് തന്നെയാണ് പറഞ്ഞത്? ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കി വെക്കുക. 4 കേസുകളും ഒന്ന് ഓർഡറിൽ ആദ്യം നടന്ന ഏതാണെന്നൊന്നും മനസ്സിലാക്കി വെക്കുക. ഇനി ആമുഖം നിയമനിർമ്മാണ സഭയുടെ അധികാരത്തിന്റെ ഉറവിടമോ നിയമനിർമ്മാണ സഭയുടെ അധികാരം ഹനിക്കുന്നതോ അല്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ആമുഖം നിയമനിർമ്മാണ സഭയുടെ അധികാരത്തിന്റെ ഉറവിടം, അതായത് നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് നമ്മുടെ പാർലമെന്റിന്റെ അധികാരത്തിന്റെ സോഴ്സ് ഒന്നുമല്ല ആമുഖം എന്ന്. ആമുഖത്തിന്റെ ഒരു ഭാഗം ആയതുകൊണ്ട് തന്നെ പാർലമെന്റിന്റെ സോഴ്സ്, അധികാരം വരുന്നതിന്റെ ഉറവിടം ആമുഖമാണ് എന്നൊന്നും പറയാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭയുടെ അധികാരം ഹനിക്കുന്നതല്ല. ആമുഖം എന്ന് പറയുന്നത് ഉറവിടവുമല്ല, എന്നുമല്ല പാർലമെന്റ് അധികാരം റെസ്ട്രിക്റ്റ് ചെയ്യുന്ന സംഭവമൊന്നുമല്ല. അതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ഈ ഭരണഘടന വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭരണഘടന നിർവചിക്കുന്ന സമയത്ത് ഈ ആമുഖത്തിൽ പറയുന്ന മൂല്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന നമ്മുടെ ഭരണഘടന നിർവചിക്കേണ്ടത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ എന്തല്ല ആമുഖം ഇത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പം അങ്ങനെ ഒരു സാധനം ചോദിക്കുകയാണ്, ആമുഖം പാർലമെന്റിന്റെ അധികാരത്തിന്റെ ഉറവിടമാണ് എന്ന് ചോദിച്ചാൽ ഉറവിടമല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിയമനിർമ്മാണ സഭയുടെ അധികാരം ഹനിക്കുന്നതാണെന്ന് ചോദിച്ചാൽ ഹനിക്കുന്നതല്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? നീതി നടപ്പിലാക്കാൻ ബാധ്യതയുള്ളതൊന്നല്ല. അതായത് ആമുഖത്തിൽ പറഞ്ഞൊരു കാര്യം നടപ്പിലാക്കില്ല, അല്ല ആമുഖത്തിൽ പറഞ്ഞൊരു മൂല്യം
ഇപ്പോൾ സാമ്പത്തിക നീതി എന്ന് പറയുന്ന അതിൽ പറയുന്ന ഒരു മൂല്യമാണ്. അത് നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരിക്കലും കോടതിയിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നേടിയെടുക്കാനൊന്നും സാധിക്കില്ല. അത് കോടതിയിൽ നടപ്പാക്കാൻ സാധിക്കും. അത് എൻഫോഴ്സിബിൾ അല്ല. ആമുഖം എന്ന് പറയുന്നത് എൻഫോഴ്സിബിൾ അല്ല എന്ന് AK ഗോപാലൻ കേസിൽ പറഞ്ഞിട്ടുണ്ട്. 1950 AK ഗോപാലൻ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആമുഖം ഒരു കോടതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നേടിയെടുക്കാൻ സാധിക്കില്ല, അത് എൻഫോഴ്സിബിൾ അല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനർത്ഥം അതായത് ഒരിക്കലും പാർലമെൻറ്റ് ഈ പറയുന്ന സംഭവം നമുക്ക് ചെയ്തു തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമുക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല. നമ്മൾ നിർദ്ദേശക തത്വങ്ങളും അതേപോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ജസ്റ്റിസിയബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ആമുഖം നീതി നടപ്പിലാക്കാൻ ബാധ്യതയുള്ള ഒന്നല്ല. കാരണം ആമുഖത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടു എന്നതിൻ്റെ പേരിൽ നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ഇനി ആമുഖത്തിൻ്റെ ഭേദഗതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞാണ്, വീണ്ടും പറയാൻ പോവുകയാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 368 പ്രകാരം നമ്മൾ പറഞ്ഞു, ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 368 നമ്മൾ പഠിച്ചതാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 368 പ്രകാരം ആമുഖം ഭേദഗതി ചെയ്യാൻ സാധിക്കുമോ എന്ന ചോദ്യം ആദ്യമായി വരുന്നത് പ്രശസ്തമായ കേശവാനന്ദ ഭാരതി കേസിലാണ്. ഈ കേസിൽ സുപ്രീം കോടതി എന്താ പറഞ്ഞത്, ആമുഖത്തിൽ ഉൾപ്പെടുന്ന ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ, നമ്മൾ പറഞ്ഞു അടിസ്ഥാന ഘടന എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്ന ആ ഒരു തത്വം വരുന്നത് ഏതിലൂടെയാണ്, ഈ പറയുന്ന കേശവാനന്ദ ഭാരതി കേസിലൂടെയാണ്. അപ്പോൾ ആമുഖത്തിൽ ഉൾപ്പെടുന്ന ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരാത്ത രീതിയിൽ ആർട്ടിക്കിൾ 368 പ്രകാരം ആമുഖം ഭേദഗതി ചെയ്യാം. അല്ലാതെ അടിസ്ഥാന ഘടനയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന രീതിയിൽ ഒരിക്കലും ഭരണഘടന ഭേദഗതി ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ആമുഖം ഇതുവരെ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. നമ്മൾ വീണ്ടും പറഞ്ഞു 42ലൂടെയാണ്. വർഷം പഠിച്ചു വയ്ക്കുക 1976. ഓക്കെ, ഇനി ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാന്ന് വെച്ചാൽ BN റാവു ആണ്. ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ BR അംബേദ്കർ ആണ്. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി, അതായത് 42ാമത്തെ ഭേദഗതി 1976 ആരായിരുന്നു, ഇന്ദിരാഗാന്ധി ആയിരുന്നു നിങ്ങൾക്കറിയാം. പ്രസിഡന്റ് ആയിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു നിങ്ങൾക്കറിയാം. ഇനി നമ്മൾ ജനങ്ങൾ എന്നുള്ള പേരിലാണ് തുടങ്ങിയിട്ടുള്ളത് അല്ലേ, അതിന് പകരം ദൈവനാമത്തിൽ വേണം ആമുഖം ആരംഭിക്കാൻ എന്ന് പറഞ്ഞത് HV കമ്മത്ത് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം കുറച്ച് സിവിൽ സർവീസിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഭരണഘടനയുടെ ഒരു ലക്ഷ്യമായ സാമ്പത്തിക നീതി എന്ന ആശയം നമുക്ക് കാണാൻ സാധിക്കുന്ന എവിടെയാണ്? സാമ്പത്തിക നീതി നമുക്ക് എവിടേക്കാണ് കാണാൻ സാധിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ ആമുഖത്തിൽ നമ്മൾ പറഞ്ഞു അല്ലേ, നീതി 3 തരത്തിലുള്ള നീതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. ഈ 3 നീതിയെക്കുറിച്ച് നമ്മൾ എവിടെ പറഞ്ഞു? ഇപ്പോൾ ആമുഖത്തിൽ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്ന് നമുക്കറിയാം ആമുഖത്തിലുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആമുഖം ഉള്ളത് 2 ഇവിടെയുണ്ട്. പിന്നെന്താണ്? ആമുഖം മൗലിക അവകാശങ്ങളിൽ ഒരിക്കലും സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. എവിടെയാണ് പറയുന്നത്? നിർദ്ദേശക തത്വങ്ങളിലാണ് സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പല ക്ലാസ്സിലും പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? B ആണ്. അപ്പോൾ ആമുഖത്തിലും നിർദ്ദേശക തത്വങ്ങളിലുമാണ് സാമ്പത്തിക നീതി എന്ന് പറയുന്ന ഒരു ലക്ഷ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ ചോദ്യം നോക്കിയാൽ അതും സിവിൽ സർവീസിന് ചോദിച്ചാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടാത്ത ലക്ഷ്യം ഇവയിലേത്? ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യം നമ്മൾ പറഞ്ഞു, പല രീതിയിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആമുഖത്തിൽ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ചിന്തയ്ക്കുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു, ചിന്ത. ആശയപ്രകടനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം, മതനിഷ്ഠയ്ക്കുള്ള സ്വാതന്ത്ര്യം, ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം അല്ലേ, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം, ആശയപ്രകടനം, ചിന്ത. സാമ്പത്തികമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ എവിടെ പറയുന്നില്ല? ആമുഖത്തിലെ സ്വാതന്ത്ര്യത്തിന്റെ കീഴിൽ പറയുന്നില്ല അല്ലേ. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? ഇവയിൽ ഇല്ലാത്തത് ഏത്? കണ്ടോ, ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, നമ്മുടെ ഉത്തരം എന്താണ്? B ആണ്. അപ്പോൾ 2ന്റെ ഉത്തരം B ആണ്. സാമ്പത്തികമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആമുഖത്തിൽ പറയുന്നില്ല, മറിച്ച് ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഭരണഘടനയിൽ പറയുന്നത്. ഇനി നോക്കിയാൽ മൂന്നാമത്തെ, ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സ് പ്രതിഫലിക്കുന്നത് ഇവയിൽ ഏതിലാണ് എന്നാണ് നമ്മൾ പറഞ്ഞു. ആമുഖത്തിലാണ് എന്തിൽ? ഭരണഘടനയുടെ നിർമ്മാതാക്കളുടെ മനസ്സ് പ്രതിഫലിക്കുന്നത് ഏതിലാണ്? നമ്മുടെ ആമുഖത്തിലാണ്. ഇനി അടുത്ത, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം ഏത്? ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം ഏതാണ്? സമത്വത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ, സാഹോദര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞു, വോട്ടവകാശത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഉത്തരം ഏതാണ്? 4ന്റെ ഉത്തരം D ആണ്. ഓക്കെ, 5 നോക്കിക്കേ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ചോദ്യമാണ്. ഒരു തവണ മാത്രമേ. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഏതൊക്കെയായിരുന്നു? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി അല്ലേ. സോഷ്യലിസ്റ്റ് സ്ഥിതി സമത്വം, സെക്യുലർ മതേതരത്വം, ഇന്റഗ്രിറ്റി അഖണ്ഡത. ഇനി അടുത്തെന്താണ്? 6ാമത്തെ ചോദ്യം നോക്കിയേ. ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. 2024 ചോദിച്ച ഒരു ചോദ്യമാണിത്. ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. ഇതാരോ പറഞ്ഞതാണല്ലേ, വലിയൊരു സെന്റൻസ് ആണ്, കാണുമ്പോൾ തന്നെ നമ്മളിപ്പോൾ പേടിച്ചു പോകും.
ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടന ആത്മാവാണ്, നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്തൊരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് ഇന്ത്യൻ ഭരണഘടന ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ കീവേഡ് ഉണ്ട്. എന്താണ്? ഭരണഘടനയുടെ ആത്മാവാണ്. ഭരണഘടനയുടെ ആത്മാവാണ് എന്ന് പറഞ്ഞത് ആരാണ്? നമ്മൾ കീവേഡ് കുറിച്ച് പറഞ്ഞാണല്ലേ. അപ്പോൾ അത് മാത്രം ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ നോക്കിക്കേ, ഭരണഘടന ആത്മാവാണ്, ആത്മാവ് എന്ന് മാത്രം പറഞ്ഞ ആരാ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. എം ഹിദായത്തുള്ളയാണ് അല്ലേ. അല്ലാതെ അവർ കുറേ ഡീറ്റെയിൽ ആയിട്ട് ആ ഇത് പാര കൂട്ടിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആകെ ആവശ്യമുള്ളത് എന്താണ്? ഭരണഘടന ആത്മാവാണ്. അപ്പോൾ ആത്മാവ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ ആത്മാവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ് നമ്മുടെ ഉത്തരം അല്ലേ. 3 ഉത്തരം. 3 ഉത്തരമാകുമ്പോൾ ഏതാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്? 3 സി ആണ്. അപ്പോൾ നമ്മുടെ സി ആണ് എന്ത് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഈ 6ന്റെ ഉത്തരം സി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്തു നിന്ന് ഇതുവരെ വന്നിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ മാക്സിമം ഒന്ന് റിവൈസ് ചെയ്യുക. സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈസി ആയിട്ട് നമുക്കൊരു മാർക്ക് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വേറെ ക്ലാസ്സുകൾ നമുക്ക് വേഗം തന്നെ കാണാം. ഓക്കെ, താങ്ക് യു.